ഏവർക്കും ദേവദാരുവിലെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ധനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും എല്ലാ ദേവിയാണ് മഹാലക്ഷ്മി. മഹാലക്ഷ്മി ദേവി വീട്ടിൽ സ്ഥിരമായിട്ട് വസിക്കാനായിട്ട് ഈ നാമം നിത്യവും 27 തവണ ജപിക്കാൻ ശ്രമിക്കുക. ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ദേവതയാണല്ലോ മഹാലക്ഷ്മി. മഹാലക്ഷ്മിയുടെ കടാക്ഷവും അനുഗ്രഹവും ഉണ്ടെങ്കിൽ സമ്പത്തും ഐശ്വര്യവും വിജയവും ഭാഗ്യവും എല്ലാം അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. ഒരിടത്തും സ്ഥിരമായി വസിക്കാത്ത ഒരു ദേവിയാണ് മഹാലക്ഷ്മി ദേവി. വീട്ടിൽ സ്ഥിരമായിട്ട് വസിക്കുന്നതിന് അമ്മയോടുള്ള പ്രാർത്ഥനയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു മന്ത്രം നിത്യേന നമ്മൾ ജപിക്കുകയാണെങ്കിൽ അമ്മയുടെ എല്ലാവിധ അനുഗ്രഹവും കടാക്ഷങ്ങളും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. വീട്ടിൽ വിളക്ക് കൊളുത്തുമ്പോൾ രാവിലെയോ അത് സന്ധ്യയ്ക്കോ ഈ നാമം നിത്യവും ജപിക്കാൻ ശ്രമിക്കുക. വീട്ടിൽ നിത്യേന വിളക്ക് കൊളുത്തുമ്പോൾ രാവിലെയോ സന്ധ്യയ്ക്കോ ഈ നാമം തീർച്ചയായും ജപിച്ചാൽ നമുക്ക് സർവ്വ ഐശ്വര്യവും മഹാലക്ഷ്മി ദേവി നമുക്ക് കനിഞ്ഞു തരും. മന്ത്രം ഇതാണ്: ഓം പ്രസീദ മേ മഹാലക്ഷ്മി സുപ്രസീദ മഹാശിവേ അജലാ ഭവ സുപ്രീത സുസ്ഥിര ഭവ മദ്ഗൃഹേ. മന്ത്രം ഒന്നുകൂടെ പറയാം: ഓം പ്രസീദ മേ മഹാലക്ഷ്മി സുപ്രസീദ മഹാശിവേ അജലാ ഭവ സുപ്രീത സുസ്ഥിര ഭവ മദ്ഗൃഹേ. ഈ മന്ത്രം നിത്യേന നമ്മൾ ജപിക്കുകയാണെങ്കിൽ അമ്മ നമുക്ക് എന്ത് അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ നേടിത്തരും. അതുപോലെ തന്നെ അമ്മയുടെ സ്ഥിരമായിട്ട് നമ്മുടെ ഗൃഹത്തിൽ വസിക്കുവാനായിട്ട് മഹാലക്ഷ്മി ദേവി ഉറപ്പായിട്ടും ഈ മന്ത്രം കൊണ്ട് പ്രസീതയായിരിക്കും. അതുപോലെ തന്നെ മഹാലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് വസിക്കണമെങ്കിൽ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അമ്മയുടെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ രാവിലെയും വൈകിട്ടും നിലവിളക്ക് തെളിയിക്കുമ്പോൾ അത് നെയ്യ് ഒഴിച്ച് തെളിയിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. അതുപോലെ തന്നെ ഉപ്പിൻ്റെ ദേവതയാണ്. ഉപ്പ് മഹാലക്ഷ്മിയാണ് എന്നാണ് പറയുന്നത്. ഒരിക്കലും നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഉപ്പ് പാത്രം എപ്പോഴും നല്ല വൃത്തിയായിട്ട് ശുദ്ധിയായിട്ട് സൂക്ഷിക്കുക. എപ്പോഴും അത് നിറഞ്ഞിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഉപ്പ് ഭരണി കാലിയാവുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ ഐശ്വര്യങ്ങളും നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഉപ്പ് സൂക്ഷിക്കുന്ന ആ ഒരു പാത്രം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. എപ്പോഴും നിറഞ്ഞിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. അതുപോലെ തന്നെ മഞ്ഞൾ എല്ലാം മഹാലക്ഷ്മിയുടെ പ്രതീകമായിട്ടാണ് മഞ്ഞൾ, ഉപ്പ് ഒക്കെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാത്രങ്ങൾ എപ്പോഴും തന്നെ വൃത്തിയായിട്ട് സൂക്ഷിച്ച് എപ്പോഴും അത് നിറഞ്ഞ് ഇരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമുക്ക് നമ്മുടെ വീട്ടിൽ ധനപരമായിട്ടുള്ള നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരുവാനായിട്ട് ഇടയാകും. ഒന്ന് പരീക്ഷിച്ച് നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ നെയ്വിളക്ക് തെളിയിക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. മഹാലക്ഷ്മി ദേവിക്ക് ഈ ഒരു മന്ത്രം രാവിലെയും വൈകിട്ടും നിത്യേന നെയ്വിളക്ക് കൊളുത്തിയ ശേഷം ചൊല്ലുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അമ്മയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും. മന്ത്രത്തിൻ്റെ അർത്ഥം അറിഞ്ഞു വേണം, മന്ത്രം അറിയാവുന്ന ഒരു ഗുരുമുഖത്തിൽ നിന്നും അറിഞ്ഞു വേണം നമ്മൾ തീർച്ചയായിട്ടും ഒരു മന്ത്രം ജപിക്കേണ്ടതും.